CMR-ഉം ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് 3 സമിതിയെ നിയോഗിച്ചു. 4 മാസത്തിനകം അന്വേഷണം പ്രഖ്യാപിച്ചു. ഈ അന്വേഷണത്തെ എങ്ങനെയാണ്? അല്ല, അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്കെന്താ ഈ അന്വേഷണം നടത്തുന്നത്? എന്തെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ആർക്കാ അതിന്റെ മേലെ ഒരു പ്രയാസം? ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് വരുന്നത് ED അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അവർ പറയും. എന്നാൽ നമുക്കെല്ലാം അറിയാം, ഇപ്പോഴും ഇന്ത്യയുടെ വിവിധമേ ഇപ്പം പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ ഡൽഹിയിലെ നിലപാട്. എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല. എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം. അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ചില്ല പാർട്ടിക്ക്. ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ ബാധ്യത? എന്തെങ്കിലും ബാധ്യതയാവേണ്ട എന്ത് കാര്യമുള്ളത്? അത് ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നു? നിങ്ങൾ ഞങ്ങളെ മേലെ ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇപ്പൊ തൽക്കാലം ശ്രമിക്കണ്ട. ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ. അല്ലാണ്ട് പിണറായി വിജയനെ അതിനകത്ത് കിഴിച്ചു നോക്ക്, അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക്, പിന്നെ എന്താ അന്വേഷണം? അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ്. ആ മാറ്റത്തിന് കോൺഗ്രസും BJPയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു. ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും BJPയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധമൊന്നും ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് CPM പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട്. അതൊക്കെ അവർ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനുമില്ല. എന്നോട്ടെ, അതെല്ലാം പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിലൊന്നും പ്രശ്നമില്ല. വകുപ്പല്ല, ഏത് വകുപ്പായാലും കുഴപ്പമില്ല. ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെ പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത്. അന്വേഷിക്കട്ടെ. അത് വരാൻ 4 മാസം ഉണ്ടല്ലോ. 4 മാസം കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പൊ നമുക്കത് പറയാം. വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടത്താൻ പോകുന്നത്, അന്വേഷണം നടത്താൻ പോകുന്നതുകൊണ്ട് അതിന്റെ മേലെ കയറി പിടിക്കണം എന്ത് കാര്യമുണ്ട്? അത് വരട്ടെ. ഭയന്നോട്ടെ, ഭയക്കേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് സർക്കാർ ഏജൻസിയിലേ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. അതിനെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറ്? നിങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഞങ്ങൾക്കൊട്ടും ബേജാറില്ല. ഞങ്ങൾക്കൊരു ബേജാറും അതില്ല. നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.